താബോർ മലയിലെ വെളിച്ചം നമ്മിൽ ജ്വലിക്കട്ടെ. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാളാണ്. താബോർ മലമുകളിൽ വെച്ച് ഈശോ തൻ്റെ ദൈവീക മഹിമ പ്രകടമാക്കിയ പുണ്യ സംഭവം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഈശോ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് യേശു അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങി, അവൻ്റെ വസ്ത്രങ്ങൾ വെളിച്ചം പോലെ വെളുത്തു. ഈ പരിശുദ്ധമായ സംഭവം കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഉണ്ടാകേണ്ട വലിയൊരു മാറ്റത്തിൻ്റെ വിളിച്ചോതലാണ്. പ്രധാനമായും ഈ സംഭവത്തെ നമുക്ക് 4ആയി തിരിക്കാം. ഒന്നാമത്തേത്, ആത്മീയ വളർച്ചയുടെ ഉയർന്ന മല. സുവിശേഷകൻ പറയുന്നത് ഈശോ ശിഷ്യന്മാരെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്നാണ്. ആത്മീയ ജീവിതം എന്നത് ഒരു മലകയറ്റമാണ്. ലൗകികമായ ആകുലതകളിൽ നിന്നും പാപത്തിൻ്റെ ചെളിയിൽ നിന്നും വിട്ടുമാറി ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പ്രാർത്ഥനയുടെ അവസ്ഥയാണ് ഈ ഉയർന്ന മല. നാം പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ മാത്രമേ അവിടുത്തെ ദൈവീക തേജസ് നമുക്ക് ദർശിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തേത്, ന്യായപ്രമാണവും പ്രവാചകന്മാരും ക്രിസ്തുവിൽ പൂർത്തിയാകുന്ന സംഭവമാണ് ഇവിടെ. താബോർ മലയിൽ ഈശോയോടൊപ്പം മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൻ്റെ പ്രതിരൂപമാണ് ഇവിടെ മോശ. പ്രവാചകന്മാരുടെ പ്രതിരൂപമാണ് ഇവിടെ ഏലിയ. ഇരുവരും ഈശോയോട് സംസാരിക്കുന്നത് വഴി പഴയ നിയമ വാഗ്ദാനങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയാകുന്നു എന്ന് സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. നമ്മുടെ ജീവിതത്തിലെ സകല പ്രവാചക ശബ്ദങ്ങളും ദൈവിക നിയമങ്ങളും നമ്മെ എത്തിക്കേണ്ടത് ഈ യേശുവിലേക്കാണ്. മൂന്നാമത്തേത്, കുരിശിൻ്റെ വഴിയും മഹിമയുടെ വഴിയും. രൂപാന്തരീകരണം നടക്കുന്നത് ഈശോയുടെ സഹനങ്ങൾക്കും കുരിശുമരണത്തിനും തൊട്ടു മുമ്പാണ്. ശിഷ്യന്മാർക്ക് കുരിശിൻ്റെ വഴിയിൽ തളർന്നു പോകാതിരിക്കാൻ കുരിശിനപ്പുറമുള്ള ദൈവീക മഹിമയുടെ ഒരു ചെറിയ ദർശനം അവിടുന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇവിടെ. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും കുരിശുകളും ഉണ്ടാകുമ്പോൾ താബോർ മലയിലെ ഈ വെളിച്ചം നമ്മുടെ ഓർമ്മയിൽ വരണം. കുരിശില്ലാതെ കിരീടമില്ല, സഹനമില്ലാതെ ഉദ്ധാനവുമില്ല. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ വചനം ഉണ്ടായിരിക്കട്ടെ. ഇനി അടുത്ത 4-ാമത്തെ സന്ദേശം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന പിതാവിൻ്റെ സാക്ഷ്യമാണ്. പ്രകാശപൂർണമായ ഒരു മേഘം അവരെ മൂടി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രീതനായിരിക്കുന്നു എന്ന് പിതാവായ ദൈവം പറയുന്നു. ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു എന്നുള്ളതാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതൽ ക്രിസ്തുവിൻ്റെ വാക്ക് ശ്രവിക്കുക എന്നതാണ്. ലോകത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ ശാന്തമായ ശബ്ദം കേൾക്കാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ എപ്പോഴും ഒരുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മീയ ദർശനം ഇതിൽ നിന്നും നമുക്ക് ലഭിക്കട്ടെ. സഹോദരങ്ങളെ, താബോർ മലയിലെ അനുഭവം കണ്ട് സന്തോഷിച്ച പത്രോസ് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ ഈശോ അവരോട് എന്താ പറഞ്ഞത്? അവിടെ തന്നെ നിൽക്കാൻ അനുവദിച്ചില്ല. മലമുകളിലെ പ്രാർത്ഥനയ്ക്കും അനുഭൂതിക്കും ശേഷം അവർ താഴേക്ക്, അതായത് സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണീരും രോഗവും നിറഞ്ഞ അനുഭവങ്ങളിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോ അവർക്ക് ബോധ്യം കൊടുത്തു. നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെ തന്നെ ആയിരിക്കണം. വിശുദ്ധ കുർബാനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും നാം അനുഭവിക്കുന്ന ദൈവിക വെളിച്ചം നമ്മിൽ മാത്രം ഒതുക്കി വെക്കാനുള്ളതല്ല. അത് താഴ്വാരങ്ങളിലുള്ള പാവപ്പെട്ടവരിലേക്കും വിഷമിക്കുന്നവരിലേക്കും നിരാശയിലിരിക്കുന്നവരിലേക്കും നമ്മുടെ കുടുംബങ്ങളിൽ വ്യത്യസ്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലേക്കും നമ്മൾ കണ്ടുമുട്ടുന്നവരിലേക്കും ഒക്കെ എത്തിക്കണം. പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടുന്ന നാം മറ്റുള്ളവരുടെ ജീവിതത്തിലും വെളിച്ചമാകണമെന്നുള്ളൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ഹൃദയത്തിൽ
എൻ്റെ കുടുംബത്തിൽ ദൈവികമായ രൂപാന്തരീകരണം നടക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ ദൈവികമായ രൂപാന്തരീകരണം നടക്കുന്നുണ്ടോ? സ്വയം കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്നും മാറി ദൈവിക സ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവേ, താബോർ മലയിൽ പ്രകാശിച്ച ആ ദിവ്യ ജ്യോതിസ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിചാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഈശോയുടെ സ്നേഹത്തിൽ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് സ്തുതി.